അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ അടിമാലി നെടുമ്പൻകുടി വീട്ടിൽ സന്ധ്യ ബിജുവിന്റെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും നടൻ മമ്മൂട്ടി ഏറ്റെടുത്തു. ആലുവ രാജഗിരി ആശുപത്രിയിലെ തുടർ ചികിത്സ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കും. ഗുരുതരമായ പരിക്കേറ്റതിനാൽ സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. അപകടത്തിൽ ഭർത്താവ് ബിജു മരിക്കുകയും ഇടതുകാൽ മുറിച്ചു മാറ്റുകയും ചെയ്തതോടെ സന്ധ്യയുടെ ജീവിതം പ്രതിസന്ധിയിലായിരുന്നു. മകൻ ക്യാൻസർ മൂലം കഴിഞ്ഞ വർഷം മരിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾ മാത്രമാണ് ഇനിയുള്ള തുണ. നിസ്സഹായരായ ബന്ധുക്കളുടെ സഹായം തേടി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് മമ്മൂട്ടി നേരിട്ട് രാജഗിരി ആശുപത്രിയിൽ അധികൃതരുമായി സംസാരിക്കുകയും ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ 5:16-നായിരുന്നു സന്ധ്യയുടെ രാജഗിരി ആശുപത്രിയിൽ എത്തിയത്. ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലായിരുന്നു സന്ധ്യ ആലുവ രാജഗിരി ആശുപത്രിയിൽ എത്തിയത്. 3 മണിക്കൂറും മണ്ണിനടിയിൽ അകപ്പെട്ട സന്ധ്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഏകദേശം 7 മണിക്കൂർ പിന്നിട്ടിരുന്നു. ഇടതുകാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും തടസ്സപ്പെട്ട് അസ്ഥികൾ പലയിടങ്ങളിൽ ഒടിഞ്ഞ് മസിലുകൾ കോശങ്ങളും ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. പിന്നീട് 8 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിൽ ഇടതുകാലിലേക്കുള്ള രക്തയോട്ടം പൂർവ്വസ്ഥയിലാക്കുകയും ഒടിഞ്ഞ അസ്ഥികൾ ഏകദേശം പൂർണ്ണ രൂപത്തിലാക്കുകയും ചെയ്തു. ചതഞ്ഞരഞ്ഞ മസിലുകളും കോശങ്ങളും പുറപ്പെടുക്കുന്ന വിഷാംശങ്ങൾ കൂടി വരികയും അവ ആന്തരികവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തിയോടെ സന്ധ്യയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് നീക്കം ചെയ്യേണ്ടി വന്നു. ഇടതുകാലിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമാണ്. വലതുകാലിലേക്കുള്ള രക്തയോട്ടം അസ്ഥികൾ കുഴപ്പമില്ലാതിരിക്കുമ്പോഴും ചതഞ്ഞെരിഞ്ഞ മസിലുകൾക്ക് തുടർ ചികിത്സ ആവശ്യമാണ്.